പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ബബ്ലുവിനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താൻ പോവുകയില്ല എന്ന ഇഷ വാക്ക് നൽകിയിരിക്കുകയാണ്. ഇതിനിടയിൽ ആരോ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അവിടെയുള്ളവർ. ആരാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് കണ്ടെത്തുന്നതിനായി ശ്രമിക്കുന്ന അവർ ഉടൻ തന്നെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കാണുന്ന ഇഷ ഒന്ന് ഞെട്ടിപ്പോകുന്നു. ബബ്ലു, അങ്ങോട്ട് പോകല്ലേ, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഒളിക്കാമെന്ന് പറഞ്ഞ് ബബ്ലുവിനെ ഒളിപ്പിക്കുകയാണ് ഇഷ. ഇതേ തുടർന്ന് ബബ്ലുവിനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ, നീ എന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകരുത്. നിന്റെ കൂടെയുള്ള പുതിയൊരു ജീവിതം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇഷ, ഞാനും അതുപോലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. നീയും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇഷയ്ക്ക്. മാത്രവുമല്ല, ഇതേ തുടർന്ന് അവരുടെ കണ്ണു തെറ്റിയ സമയം നോക്കി ഉടൻ തന്നെ അവിടെ നിന്ന് ബബ്ലുവിന് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഇനി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകണം എന്നുള്ള തീരുമാനവുമായി ഇപ്പോൾ മുന്നിലേക്ക് ദേവബാലയും ദേവരാജനും വരുന്നത്. ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു അവർ. ഇതിനിടയിൽ ദേവബാലയ്ക്ക് വേണ്ടി ഞാൻ എന്തായാലും SIയെ കണ്ട് സംസാരിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വൈദ്യർ. ഇതേ തുടർന്ന് SIയെ ചെന്ന് കാണുന്ന വൈദ്യർ ദേവബാലയുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് നീയായിട്ട് തടസ്സം വെക്കരുത്. അതെങ്ങനെ ശരിയാകും വൈദ്യരെ? ഒരാളുടെ ജീവിതം വെച്ചാണോ ഇപ്പോൾ കാര്യങ്ങൾ നടത്തുക? അങ്ങനെ ചെയ്യുന്നത് ശരി തന്നെയാണോ? ഇതിൽ ശരി തെറ്റുണ്ടോ? ഉണ്ട്. ഞാൻ അതിന് സമ്മതിക്കില്ല. മനസ്സിലായോ? അഭിഷേക് കംപ്ലൈൻറ്റ് തന്നിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ആ കാര്യം എത്രയും പെട്ടെന്ന് വൈദ്യർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന വൈദ്യർ മനസ്സിലാക്കിയിരിക്കുകയാണ്. ദേവരാജനെ ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന വൈദ്യർ, ഇനി എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.